ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ആടാ ഈ പത്രം ഈ സമയത്താണ് വരുന്നത്. ഇവൻ വീട്ടിൽ ഇരുന്ന് എഴുതി ഉണ്ടാക്കുമായിരുന്നു ഈ പത്രം. ഇത്ര എന്താ സംസ്ഥാനത്ത് മഴ കെടുത്തി തീയതി കെടുത്തുന്നത്. സംസ്ഥാനത്ത് മഴക്കെടുതി. ഓ അങ്ങനെ അംഗൻവാടികളില് ഇപ്പോൾ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും റെഡിയാക്കി കൊച്ചുകുട്ടികൾ വീട്ടിൽ ചെന്നിട്ട് അച്ഛനമ്മമാരോട് വരക്ക് വീട്ടിൽ ഇത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പാമ്പടിച്ച് വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും? പിന്നെ അവർ അജ്ഞാതനെ അണ്ണാ മുറ്റത്ത് നിന്ന് ചക്ക വീണം തോന്നുന്ന ഒന്ന് പെരക്കാത്തോട് എടുത്തിട്ടേക്കണേ. ആ ചക്ക അളിഞ്ഞായിരുന്നില്ല. ആ ചക്ക വീണെങ്കിൽ പിളിച്ചു പോയി. ചെറിയൊരു കയ്യബദ്ധം പറ്റിയതാന്നേ. എടി ഈ പെണ്ണ് എന്തോ പെണ്ണാടി. കുളിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് നീ എന്നിട്ട് അരകല്ലെ വെച്ച് കത്തിയിട്ട് രാകുവാന്നോ? അയ്യോ ഞാൻ കത്തിരാകിയല്ല, പിന്നെ കല്ലേൽ എന്റെ കാല് തേച്ച് കുറച്ചതാ. ആ ശരിക്കും തേച്ചടയ്ക്ക്. ഇവിടെ കാലിൽ ഉപ്പൂറ്റി കാണണം. ഇന്റർലോക്ക് ഇട്ട് വെച്ചേക്കുന്ന പോലെ ബെഡ് വെണ്ടിരിക്കുക. കുളിച്ച് കഴിഞ്ഞില്ലയോ കുഞ്ഞേ? കഴിഞ്ഞേ അല്ലൊക്കെ ശരിക്കും തോർത്ത്. അല്ലൊക്കെ ശരിക്കും തോർത്ത്. അല്ലല്ലേ വെള്ളമൊക്കെ തോർത്തിട്ട് തോർത്തുകൊണ്ട് മുറ്റത്തങ്ങനെ വിട്. ആ തോർത്തിന്റെ കാര്യം ഒന്നും പറയാതിരിക്കുക ഭേദം. മുറ്റത്ത് കൊണ്ടു ഇടാൻ പറ്റത്തില്ല. പെരുമഴത്ത് ഞാൻ എങ്ങനെ കൊണ്ടിടാനാ? കസാരല്ല അവിടെ കാണാൻ വിട്. ഇതാണോ ഒരു തോർത്തിന്റെ കോലം ഒന്ന് കാണണം. ഞാൻ അപ്പഴേ പറഞ്ഞ നല്ലൊരു ടർക്കി മേടിച്ചിട്ടോ എടുത്തോണ്ട് പറഞ്ഞേന്ന്. ഇതൊന്നും വെള്ളം പോകത്തില്ലെന്ന് തലേന്ന് വെള്ളം പോകത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലോ ടർക്കി മേടിച്ചാരാ. ഹായ് നല്ല മണം. ചന്ദ്രികയുടെ അതേ മണം. ആരാത്? ചന്ദ്രിക ആരാന്ന്? സോപ്പിന്റെ അതേ മണം. നല്ല മണം ഈ കുളിച്ചത്. അങ്ങനെ അല്ലണ്ണാ സമയം ഇത്രയായിട്ട് നമ്മുടെ അപ്പുണ്ണിയെ കാണുന്നില്ലല്ലോ. അപ്പുണ്ണിയോ? അപ്പുറത്തെ ചെറുക്കന് 40 വയസ്സുണ്ട് അപ്പുണ്ണി. ഇപ്പോഴും പിള്ളേരോട് ക്രിക്കറ്റും കളിച്ച് ചാടി നടക്കുക. ഒരു ഉപകാരിയാ കേട്ടോ. സത്യം പറഞ്ഞ അവന് എപ്പോഴും ഇവിടെ വരുന്നത് കൊണ്ടാണ് എനിക്കൊരു വിശ്വാസവും. ഞാൻ ഒറ്റയ്ക്ക് എവിടെയും പോകുന്നതൊക്കെ. അതെ അതെ അതെ. നീ കുളിക്കാനൊക്കെ കടവിൽ പോകുമ്പോഴേ അപ്പുണ്ണി നിന്റെ കൂടെ വരുമോ? പിന്നെ വരുമല്ലോ. വരുമോ? പിന്നെ ഞാൻ അങ്ങോട്ട് നീന്തി തുടിക്കുമ്പോഴത്തേക്ക് അവൻ അലക്കാനുള്ള തുണിയെല്ലാം അലക്കി പുല്ലും പുറത്തിട്ട് വിരിച്ച് അഥവാ ഉണങ്ങിയിലേക്ക് ഊതി ഉടക്കും. പിന്നില്ലയോ ഞാൻ അടിക്കുമോ ചെറുക്കനെ എന്തെങ്കിലും പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു വിടാമെങ്കിൽ? ഞാൻ ഒന്നും പറഞ്ഞില്ല. പോയാണെന്റെ ഒരു കാര്യം പറഞ്ഞു. ഞാൻ മീശ പിടിച്ച് വരയ്ക്കും. വരുന്നുണ്ട്. എന്താ അപ്പുണ്ണി വാതർന്നൊന്നും പറയാതെ പോയി കളഞ്ഞത്? എൻട്രിക്കുള്ള ഡയലോഗ് ആ പാത്രത്തിനകത്ത് അടച്ചു വെച്ചേക്കായിരിക്കും. അത് തുറക്കാൻ പറ്റത്തില്ല. അതാ മിണ്ടാതെ പോയത് അവന്. എന്നാലും എന്തോ എനിക്കറിയത്തില്ല. ഒരു ചന്ദനക്കുറിയൊക്കെ ഉണ്ട്. പ്രത്യേകത ഉണ്ടെന്നോന്നല്ലോ. എന്നാലും മിണ്ടാതെ മൈൻഡ് ചെയ്യാതെ ഒരു പാത്രമൊക്കെ ആയിട്ട് പോയത് എന്തോ സംഭവം? നീയും ചേച്ചിയൊക്കെ ആയി എന്തോ സംഭവം നീ ഇന്നലെ വന്ന് എന്റെ മൊബൈൽ എടുത്ത് അതിനകത്ത് ചാർജ് മൊത്തവും കളഞ്ഞിട്ട് അതും ഇതും ഗെയിം ഒക്കെ കളിച്ച് ഉള്ള പൈസ എല്ലാം കളഞ്ഞ എന്റെ മൊബൈലിൽ. അണ്ണന്റെ മൊബൈൽ ഉപയോഗിക്കല്ലേ. സമയം കളയാൻ ഇതുപോലെ നശിച്ച സാധനം ഞാനിത് കളയാനിരിക്കുക. ഞാൻ മൊബൈൽ കളയാനിരിക്കുന്നല്ലേ പറഞ്ഞേ. പിന്നെ അത്രയുള്ള സാധനം ഡിലീറ്റ് ചെയ്ത് കളയാനിരിക്കുക. ഞാനിത് ഈ പായസം ഇവിടുന്നോ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ട് എനിക്ക് തന്നില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയില്ല പായസം. എന്താ പറയുക? ഇത് എവിടുന്നാണ് ഈ പായസം? ഇത് വീട്ടിൽ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കി? ശർക്കര അരിയും കൂടെ ഇട്ട് ഇളക്കി ഉണ്ടാക്കി. അതല്ലെന്ന് പിന്നെ എന്തുകൊണ്ട് ഉണ്ടാക്കി എന്നുള്ള എന്താ വിശേഷം എന്തുവാ എന്നുള്ളത്? ഇവന്റെ ബർത്ത്ഡേ ആണെന്ന്. കൈ ഇങ്ങോട്ട് തന്നെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ്. ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ്. ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ്. യൂട്യൂബ് അല്ല ഇൻസ്റ്റാഗ്രാം. എന്തോ മനുഷ്യ നിങ്ങൾ ഈ പറയുന്നത്? ഹാപ്പി ബർത്ത്ഡേ യൂട്യൂബ് അല്ലേ പറഞ്ഞേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് അവന്റെ അല്ലേ. അത് നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കാൻ പോകരുത്. നിങ്ങൾ മലയാളത്തിൽ പറഞ്ഞാൽ മതി. മലയാളത്തിൽ പറയാം. പറഞ്ഞ എങ്ങനെയുള്ളപ്പോ ഞാൻ ഇങ്ങോട്ട് വരാത്ത കാര്യം എന്താണെന്നറിയാം? എന്താ? ഇങ്ങനെ ഇംഗ്ലീഷ് പഠിച്ചിട്ടാണ്. നീ പറഞ്ഞാട്ടെ ഞാൻ പറയല്ലേ. നിനക്ക് എന്റെ ജന്മദിനാശംസകൾ. അതും തെറ്റിച്ച് വലിയ ഗുമസ്തനാന്ന് പറഞ്ഞോണ്ട് നടക്കുക. പറഞ്ഞത് മൊത്തം തെറ്റാ. കോടതി പോയില്ലായിരുന്നു? ഇല്ല, കോടതിയിൽ ഇന്ന് പ്രോസിക്യൂഷൻ അവധിയായിരുന്നു. പ്രോസിക്യൂട്ടർ ഇലക്ട്രിക് സ്കൂട്ടർ അല്ലേ? പോട്ടി സ്കൂട്ടർ. അവള് ഈ ഗോപം വക്കീലിലൂടെ തന്നെ. ഗോപം വക്കീൽ ഇവിടെ ഇല്ല. വക്കീൽ ലീവ് എടുത്തിട്ട് ഉഗാണ്ടെ പോയേക്കുവാ. ഈ പ്രോസിക്യൂഷൻ പേടിച്ചിട്ടായിരിക്കും ഉഗാണ്ടെ പോയത്. ഇത് വേറൊരു വക്കീലാ എന്റെ കൂട്ടത്തിലാണ് നിൽക്കുന്നത്. ആ വക്കീൽ പിപിയാ. വക്കീലിനെ എങ്ങനെ എടുത്ത് വെച്ച് ഊതിയ പി സൗണ്ട് കേൾക്കും? അങ്ങനെ പി സൗണ്ട് കേൾക്കുന്നില്ല. പിന്നെ ഏതാ മറ്റേ പബ്ലിക് പ്രോസിക്യൂട്ടർ. പബ്ലിക് പ്രോസിക്യൂട്ടർ. ഇങ്ങനെ എന്നെ കൂടെ തെറ്റിക്കും. അങ്ങോട്ട് പറയണ്ട. ഇംഗ്ലീഷ് മിണ്ടണ്ട. ബർത്ത്ഡേ ആയിട്ട് നമുക്കൊന്നും ഇല്ലയോ? ബർത്ത്ഡേ ആയിട്ട് എനിക്ക് പോലും ഒന്നുമില്ലേ.
കേക്കൊന്നും മാറ്റില്ലോടാ? കേക്കൊന്നും ഇല്ലെന്ന് ആകെ നമുക്ക് ഒന്നാമത്തെ കാര്യം വീട്ടിൽ ഈ ചോറ് വെക്കാൻ പോലും അരി ഇല്ലാഞ്ഞിട്ടുണ്ടല്ലോ. കഴിച്ചാൽ തികയില്ല. അതുകൊണ്ട് അമ്മ ഒരേ അരിയായിട്ട് 2 കട്ട് ചെയ്ത് അങ്ങനെ കഞ്ഞി വെച്ചിട്ട്